നിവേദയേ എന്നാണ് ഗുരുഗീതയിലെ മന്ത്രം. ശരീരവും അർത്ഥവും പ്രാണനും ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കണമെന്നാണ്. ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധോ ശരീരമർത്ഥം പ്രാണഞ്ച സദ്ഗുരുഭ്യോ നിവേദയേത്. അങ്ങനെ സദ്ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ ശരീരവും അർത്ഥവും പ്രാണനും തന്നെ സമർപ്പണം ചെയ്ത ഈ MP മൂത്തേടത്തിന് ശിവഗിരി മഠത്തിൽ നിന്നും ഒരു സ്ഥാനം കൽപ്പിച്ചു നൽകുകയുണ്ടായി. ശ്രീനാരായണ ഭക്തോത്തംസം. ഗുരുദേവൻ 1928 മഹാസമാധിയായത്. ഗുരുവിൻ്റെ മഹാപുരുഷന്മാരായ ശിഷ്യന്മാരെ നമുക്കറിയാം. ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, DK മാധവൻ, അയ്യപ്പനൊക്കെ നമുക്കറിയാം. ബോധാനന്ദ സ്വാമി, സത്യവ്രത സ്വാമി, ശിവലിംഗ സ്വാമി, നടരാജഗുരു, നിരവധി മഹാപുരുഷന്മാരെ ശിഷ്യന്മാരെ അറിയാം. ഈ കൂട്ടത്തിൽ ശിവഗിരിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആദരവ് നൽകി ശ്രീനാരായണ ഭക്തോത്തംസം എന്ന സ്ഥാനം നൽകി ആദരിച്ചത് ശ്രീ MP മൂത്തേടത്തിനെയാണ്. ശിവഗിരിയിലെ അവസാനത്തെ മഠാധിപതിയായ ദിവ്യശ്രീ ശങ്കരാനന്ദ സ്വാമികൾ മഹാസമാധിയിൽ ഗുരുദേവൻ്റെ പ്രതിമ പ്രതിഷ്ഠിക്കുന്നു. ആ പ്രതിമയും നിർമ്മിച്ച് സമർപ്പിച്ചത് MP മൂത്തേടമാണ്. കാശിയിലാണ് നിർമ്മിച്ചത്. ആ പ്രതിമ പ്രതിഷ്ഠിച്ചതിന് ശേഷം മൂത്തേടത്തിന് ശ്രീനാരായണ ഭക്തോത്തംസം എന്ന സ്ഥാനം നൽകി അദ്ദേഹത്തിന് മംഗളപത്രവും നൽകി ആദരിക്കുകയാണ് ചെയ്തത്. ആ മൂത്തേടത്തിൻ്റെ പാവനമായ സ്മൃതിയിൽ ശ്രീനാരായണ ധർമ്മസംഘം ഇവിടെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. മൂത്തേടത്തിനെ സ്മരിച്ചുകൊണ്ട് നമുക്കൊരു പ്രാർത്ഥന നിർവഹിക്കാം. ഓം ബ്രഹ്മാ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം പ്രണേ മൂർത്തിമതേ ശ്രുതാനാ ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യശുദ്ധ മുക്തമഹാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിശിരേ കുർവതേ ശാന്തൈ കടാക്ഷൈ ശിഷ്യസഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനാം വാദിനേ വാചമ്യമാന മൗനഭാജിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യസ്യ നഃ കൽപ്പതേ സിദ്ധ്യേഃ പാദാംബുജരജോ നമഃ. നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇടയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുക ഉള്ളിനിൻ തിരുമൈ വിട്ടകലാത ചിന്തയും അരുളാൻ വരും ഇമ്പ അൻപകന്നൊരു നെഞ്ചാൽ വരുമല്ലലൊക്കെയും ഇരുളൻ പിന മാറ്റുമല്ലലിൻ കരുവാകും കുരുവാമിതേതിനും അരുളൻ പനുകമ്പമൂന്നിനും പൊരുളന്നാണിതു ജീവതാരകം
അരുളുള്ളവനാണു ജീവിയെന്ന് ഉരുവിട്ടിടുക ഈ നവാക്ഷരി. അരുളില്ല അതെങ്കിലസ്തിതോൽ ചിരനാറുന്നൊരുടുമ്പുതാനവൻ മരുവിൽ പ്രവഹിക്കുമമ്പുമ പുരുഷൻ നിഷ്പലഗന്ധ പുഷ്പമാം. വരുമാറ് വിധം വികാരവും വരുമാറില്ലറിവിതിന്നു നേർ. ഉരുവാ ഉടൽ വിട്ട് കീർത്തിയാം ഉരുവാർ നിങ്ങനുകമ്പ നിന്നിടും. പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ ഭൂതദയാക്ഷമാബ്ദിയോ. സരളാബ്ദയ ഭാഷ്യകാരനാം ഗുരുവോയി അനുകമ്പയാണ്ടവൻ. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട മുന്നമോ. പരമേശ പവിത്ര പുത്രനോ കരുണാവാ നബിമുക്തുരത്നമോ. ജ്വരമാറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ. അരുതാത വലഞ്ഞു പാടി ഔദരമാ നോവ് കെടുത്ത സിദ്ധനോ. ഹരനെന്നെഴുതി പ്രസിദ്ധമാം മറയുന്നോദിയ മാമുനീന്ദ്രനോ. മര്യാദുടലോട് പോയര പരമേശന്റെ പരാർത്ഥ്യഭക്തനോ. നരരൂപ എടുത്തു ഭൂമിയിൽ പെരുമാറിയിടിന കാമധേനുവോ. പരമാപുദാനദേവത തരുവോയി അനുകമ്പയാണ്ടവൻ. അരുമാ മറയോതുമർത്ഥവും ഗുരുവോതും മുനിയോതുമർത്ഥവും ഒരു ജാതിയിൽ ഉള്ളതൊന്നു താൻ പൊരുളോർത്താൻ അഖിലാഗമത്തിനും. ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാഗുരു. രക്ഷ രക്ഷ മഹാഗുരു. രക്ഷ രക്ഷ മഹാഗുരു. ഓം ശ്രീഗിരിശിഖരാഗ്രേ ദിവ്യപത്മാസനസ്ഥം വരദം അഭയഹസ്തം പാവവിധ്വം സപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം. പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തസ്സ ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. ഓം അന്തർജ്യോതി ബഹിർജ്യോതി പ്രത്യജ്യോതി പരാത്പര ജ്യോതിർജ്യോതി സ്വയം ജ്യോതിർ ആത്മജ്യോതിർ ശിവോസ്മ്യഹം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത് ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. ഓം അഹങ്കാരലേശമില്ലാത്ത ഗുരുവിന് പൂർണ്ണമായിട്ടും മനസ്സും ശരീരവും എല്ലാം സമർപ്പിച്ച മൂത്തേടത്തെ ഇവിടെ അനുസ്മരിക്കുക എന്നുള്ളത് ധർമ്മസംഘം ട്രസ്റ്റിലെ സന്യാസിമാരായ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷഭരിതമായ ഒരു നിമിഷമാണ് നൽകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം മൂത്തേടത്തിൻ്റെ മഹത്തായ സംഭാവന. മഹാസമാധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ കടന്നു വരുന്നത് മൂത്തേടത്തെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും. അത് നമ്മളെ കൂടുതൽ ഭക്തിയിലേക്കും കൂടുതൽ ആദരവിലേക്കും ബഹുമാനത്തിലേക്കും കൊണ്ട് ചെന്നെത്തിക്കും. സാധാരണ ഭക്തന്മാർക്കൊക്കെ കുറച്ച് അഹങ്കാരം ഉണ്ടാകാറുണ്ട്. പക്ഷേ മൂത്തേടത്തിന് ഒട്ടും അഹങ്കാരം ഉണ്ടായിരുന്നില്ല.
മൂത്തേടത്തിൻ്റെ പേര് മഹാസമാധിയിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഒന്നും ഉണ്ടാകരുതെന്ന് പറഞ്ഞ ഒരു മഹാനുഭാവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് മൂത്തേടം മാത്രമേ കാണുകയുള്ളൂ. ഡോക്ടർ ലത. വളരെ സന്തോഷമുണ്ട് എനിക്കിവിടെ നിൽക്കുമ്പോൾ. അതേ സമയത്ത് നല്ല സങ്കടമുണ്ട്. സ്വാമിമാരും എല്ലാവരും അമ്മച്ചെന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അമ്മയുടെ അച്ഛൻ, അവരുടെ അമ്മച്ചൻ തന്നെ പറഞ്ഞിട്ടാണ് അങ്ങനെ വിളിക്കാൻ തുടങ്ങിയത്. ഞാൻ അമ്മച്ചൻ്റെ ഏറ്റവും മൂത്ത പേരക്കുട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് വാത്സല്യം അമ്മച്ചൻ്റെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് 16 വയസ്സുള്ള വരെ അമ്മച്ചനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അമ്മച്ചനെ പറ്റി മുകളിൽ ശിവഗിരിയിൽ ഞാൻ വന്ന് തൊഴുമ്പോൾ സ്വാമി പറഞ്ഞ പോലെ എനിക്ക് അമ്മച്ചനെയൊക്കെ ഓർമ്മ വന്നിട്ട് എനിക്ക് നേരെ പ്രാർത്ഥിക്കാൻ പറ്റാറില്ല. അപ്പം ഞാൻ വേറെ അടുത്തുള്ളവരെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അവർക്കൊക്കെ ഒരു സംശയം പോലെ, ആരാണിത് പണിതത്, ആരാണ് ഇവിടെ ഗുരുദേവൻ്റെ ഇത്രയും നല്ലൊരു പ്രതിമ കൊണ്ട് സ്ഥാപിച്ചത് എന്നൊക്കെ അവരുടെ മനസ്സിൽ തോന്നാറുണ്ടെന്ന് എനിക്കങ്ങനെ തോന്നിയിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ 2 കൊല്ലം മുമ്പേ സ്വാമി ഇത് തുടങ്ങി അമ്മച്ചനെ അനുസ്മരിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാനന്ന് പൂനെയിൽ നിൽക്കുകയാണ്. രാത്രി എനിക്ക് സ്വാമി ഫോൺ വിളിച്ച് പറഞ്ഞു, മറ്റന്നാൾ രാവിലെ ഇവിടെ എത്തണം, മൂത്തേടത്തിന് എൻ്റെ ഒരു അനുസ്മരണം വെക്കുകയാണെന്ന്. എനിക്ക് ടിക്കറ്റൊക്കെ കിട്ടുമെന്ന് വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഞാൻ നോക്കട്ടെ. പക്ഷെ ഭാഗ്യത്തിന് ടിക്കറ്റൊക്കെ കിട്ടി. ഞാൻ പെട്ടെന്ന് വന്നു, പൂനെയിൽ നിന്ന് വന്നു. അന്നാണ് ആദ്യമായിട്ട് അമ്മച്ചനെ അനുസ്മരിക്കുന്ന ഒരു പ്രോഗ്രാം വെച്ചത്. പിന്നെ അന്ന് ഞങ്ങൾക്ക് തോന്നി സ്വാമി അമ്മച്ചനെ പറ്റി ഒരു ബുക്ക് എഴുതാനായിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു. എന്നിട്ട് അതിൻ്റെ മാറ്ററൊക്കെ എൻ്റെ കയ്യിലുള്ളതൊക്കെ കൊടുക്കാൻ പറഞ്ഞ് ഞാൻ സ്വാമിജിക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്തു ആലുവയിൽ ഗായത്രി ആശ്രമത്തിൽ. ആ സമയത്താണ് 2018 വെള്ളപ്പൊക്കം വന്ന സമയമായതുകൊണ്ട് സ്വാമിയുടെ കയ്യിൽ നിന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നെയും സ്വാമിയുടെ പല പല തിരക്കുകളുടെ ഇടയിൽ ഇത് സാധിച്ചില്ല സ്വാമിജിക്ക്. അപ്പം എനിക്കൊരു ബ്രദറുണ്ട്, അവനോട് ഞാൻ പറഞ്ഞു, മോനെ നമുക്കിങ്ങനെ അമ്മച്ചനെ പറ്റി ഒരു ബുക്ക് ഉണ്ടാക്കാം, സോ ദാറ്റ് ഇനി ഫ്യൂച്ചർ ഭാവി തലമുറകൾക്കൊക്കെ അമ്മച്ചൻ എന്ത് ചെയ്തു, ഗുരുദേവന് വേണ്ടി എന്ത് ചെയ്തു, അമ്മച്ചൻ ആരായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്കൊരു പുസ്തകം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം മുഴുവൻ ഞങ്ങൾ അതിൻ്റെ ജോലിയിലായിരുന്നു. ഈ വർഷം 2024 മെയ് മാസം 5-ാം തീയതി അത് അമ്മച്ചൻ്റെ 121ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് ഇവിടെ ശിവഗിരിയിൽ വെച്ച് സ്വാമി ഒരു നല്ല ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്ത് പ്രിൻസസ് ഗൗരി പാർവതിബായി വന്ന് അത് റിലീസ് ചെയ്തു. വസുമിത്രൻ സാറ് ഗുരുദേവൻ്റെ വേറൊരു വലിയ ഭക്തനാണ്. ഗുരുദേവനെ ഭഗവാൻ എന്ന് മാത്രം പറയുന്ന ഒരാളാണ്. ആദ്യത്തെ കോപ്പി പ്രിൻസസ് വസുമിത്രൻ സാറിന് കൊടുത്തിട്ടാണ് ആ ബുക്ക് ഇവിടെ റിലീസ് ചെയ്തു. ആ ബുക്ക് ഇപ്പം നമ്മുടെ ശിവഗിരി ബുക്ക് സ്റ്റാളിലുണ്ട്. ഇന്നിപ്പോൾ സ്വാമി എന്നോട് പറയാം, അതിൻ്റെ വില ശരിക്കും 250 രൂപയാണ്. നല്ല പേപ്പർ ബാക്ക് ഒരു ബുക്ക്. അതിൽ ഗുരുദേവൻ പിന്നെ ഗീതാനന്ദ സ്വാമി മഹാസമാധിയുടെ മുൻപിൽ എന്ന് പറഞ്ഞൊരു കൊച്ചു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗം. 2ാമത്തെ ഭാഗം മുഴുവനും അമ്മച്ചനെ പറ്റി ഇതുവരെ പബ്ലിഷ്ഡായ ഒരുപാട് ലേഖനങ്ങളുള്ളതെല്ലാം ഞങ്ങൾക്ക് കിട്ടിയതെല്ലാം അത് 2ാമത്തെ ഭാഗം. 3ാമത്തെ ഭാഗം പിന്നെ അമ്മച്ചൻ്റെ ഇപ്പം ബാക്കിയുള്ള മക്കളും മരുമക്കളും ഫാമിലി ഫ്രണ്ട്സ് ബാക്കി അത്ര അധികം പേരൊന്നും ഇല്ല, എന്നാലും ഉള്ളവരെല്ലാം എൻ്റെ നിന്നൊക്കെ കുറേ ലേഖനങ്ങൾ സമാഹരിച്ച് അതാണ് അതിൻ്റെ 3ാമത്തെ ഭാഗം. 4ാമത്തെ ഭാഗം ഫോട്ടോഗ്രാഫ്സ്, അമ്മച്ചൻ്റെ ജീവിതത്തിലെ ഇമ്പോർട്ടൻറ്റ് മൂമെൻറ്റ്സ് ആയ ഫോട്ടോഗ്രാഫ്സാണ് 4ാമത്തെ ഭാഗം. അങ്ങനത്തെ ഒരു പുസ്തകം ഇവിടെ അവൈലബിൾ ആണ്. ശ്രീനാരായണ ഭക്തോത്തം MP മൂത്തേട്ടത്തെന്നാണ് അതിൻ്റെ പേര്. സ്വാമിജി ഇപ്പോൾ പറയുന്നത് നമുക്കത് ഹാഫ് പ്രൈസിൽ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 125 ആ പ്രൈസിൽ ആണെങ്കിൽ എല്ലാവർക്കും വാങ്ങിക്കാറ്. നല്ല പുസ്തകമാണത്. ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലുണ്ട്. മലയാളത്തിന് അതേ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലുള്ള ബുക്ക്. അത് കുട്ടികൾക്കൊക്കെ ഒരു പക്ഷേ അത് ഇംഗ്ലീഷായിരിക്കും കൂടുതൽ താല്പര്യം. അതുകൊണ്ട് 2 ബുക്സും
നമുക്ക് സ്വാമിജിയുടെ അനുവാദത്തോടെ ഹാഫ് പ്രൈസിൽ ഇവിടെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും അത് വാങ്ങിക്കണം, എല്ലാവരും വാങ്ങിക്കണം, വായിക്കണം. അപ്പോൾ അമ്മച്ചൻ ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിലും മഹാസമാധി മന്ദിരത്തിന് താഴെ നിന്ന് നോക്കിയാൽ പോലും നമുക്കത് മനസ്സിലാവും അദ്ദേഹം എന്തായിരുന്നു, ഗുരുദേവൻ അദ്ദേഹം എവിടെയാണ് വെച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഒരുപാട് സന്തോഷം എനിക്കിവിടെ നിൽക്കാനും. ഒരുപാട് ലേറ്റ് ആയെങ്കിലും ഇവിടെ ഒരു നല്ല പ്രാർത്ഥനയും കേട്ട് എനിക്ക് വീട്ടിൽ പോകാമല്ലോ. പിന്നെ വേറൊരു കാര്യം, സ്വാമി എപ്പോഴും പറയും തീർത്ഥാടന സമയത്ത് എല്ലാവരും മഞ്ഞ വസ്ത്രം ഉടുത്ത് വരണമെന്ന്. അതുകൊണ്ടാണ് ഞാനും മഞ്ഞ വസ്ത്രം ഉടുത്ത് വന്നത്. ഒരുപാട് ലേഡീസിനെ ഇവിടെ ഞാൻ കാണുന്നുണ്ട് മഞ്ഞ അല്ലാത്ത. നിങ്ങളൊക്കെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ മഞ്ഞ വസ്ത്രം വേണമെന്ന് വെച്ചാൽ ഗുരുദേവൻ പറഞ്ഞത് അതാണ്. പവിത്രമായ ആ മഞ്ഞ, ഭഗവാൻ കൃഷ്ണൻ്റെ പീതാംബരത്തിൻ്റെ ഒക്കെ നിറം, അത് ഉടുത്ത് വരണം. പിന്നെ ഗുരുദേവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പാലിച്ചു വേണം നമ്മൾ ഈ തീർത്ഥാടനത്തിന് വരാനും. അങ്ങനെ അടുത്ത വർഷം തൊട്ട് ഒരു സമ്മേളനം പോലെ സ്വാമിജി ഇത് നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. ഈ വർഷം എന്തൊക്കെ അസൗകര്യം കാരണം കൊണ്ടാണ് നമ്മളൊരു പ്രാർത്ഥനയിൽ ഒതുക്കിയത്. വളരെ സന്തോഷം. ഇനി ഞാൻ വേറൊന്നും എനിക്ക് പറയാനില്ല. എല്ലാവരെയും ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ. സന്തോഷം. നമസ്കാരം. എപ്പോഴും നമ്മൾ ആദരിക്കേണ്ടവരാണ്. അവരുടെ മഹത്തായ സംഭാവനകൾ അത് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടവരുമാണ്. എങ്ങനെയാണ് അവർ ഈ ധർമ്മസംഘത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ, അത് ഈ നിമിഷങ്ങളിലൊക്കെ കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് അതിനെയൊക്കെ ആദരിക്കാം. ആ കുടുംബം എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ വളർച്ചയും അഭിവൃദ്ധിയെല്ലാം ഈ ഗുരുവിൽ കൂടി അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ മേലിലും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നമോഭാഗങ്ങളും മംഗളങ്ങളും അർപ്പിക്കുന്നു. നമസ്കാരം.